അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലിസാനുൽ ഖുർആൻ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറുപടി നൽകപ്പെടും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1. നംലഉൽ ഫറാഗ ബിൽ മുനാസിബി. നംലഉൽ ഫറാഗ വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട്. ബ്രാക്കറ്റിൽ ഹറാം ഫഅലല ഉമ്മുൽ ഖബായിസി ഫഅല ഖംറുൻ ഇഫ്അലല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അൽ ഖംറു കള്ള് ഉമ്മുൽ ഖബായിസി തിന്മകളുടെ മാതാവാണ്. 2. കുല്ലു മുസ്കിരിൻ എല്ലാ മത്താക്കുന്നതും ലഹരി പദാർത്ഥവും ഖംറുൻ കള്ളാണ്. വകുല്ലു ഖംറിൻ എല്ലാ കള്ളും ഹറാമുൻ ഹറാമാണ്. 4. അർ റുബായുൽ മുജറദ് റുബായി മുജറദിൻ്റെ വസ്ന് മുകളിലുണ്ട്, അത് എഴുതാനുള്ള ഫഅലല. 5. അർ റുബായുൽ മസീദ് ഫീഹി റുബായി മസീദ് ഫീഹിൻ്റെ വസ്ന് മുകളിലുണ്ട്, അത് എഴുതാനുള്ളതാണ് ഇഫ്അലല്ല. അതിൻ്റെ ഒരു ഫഅല ഉണ്ട്, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്, അത് എവിടെയും എഴുതേണ്ടതില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നക്തുബുൽ ജവാബ ഉത്തരം നമുക്ക് എഴുതാം. 1. നവാസിബുൽ ഫിഅലിൽ മുദാരി മാഹിയ മുദാരിയായ ഫിഅലിന് നസ്ബ് ചെയ്യുന്നതായ ആമിലുകൾ ഏതെല്ലാമാണ്? അൻ, ലൻ, കൈ, ഇദൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അസുലാസിയുൽ മസീദു ഫീഹി മാഹുവ സുലാസി മസീദ് ഫീഹി എന്നാൽ എന്ത്? സുലാസി മസീദ് ഫീഹി എന്നാൽ ഹുവൽ ഫിഅലുല്ലദി സീദ ഫീഹി ഹർഫുൻ ഔ അക്സറു അല അഹ്റുഫിഹിൽ അസ്ലിയത്ത് സലാസ അസ്ലിയായ 3 ഹർഫിനേക്കാൾ ഒന്നോ അതിലധികരിച്ചതോ ആയ അക്ഷരങ്ങൾ കൂടുതലായി വന്ന ഫിഅലിനാണ് സുലാസി മസീദ് ഫീഹി എന്ന് പറയുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മതാ യകൂനുൽ ഫിഅലുൽ മുദാരി മർഫുഅൻ എപ്പോഴാണ് മുദാരിയായ ഫിഅൽ റഫു ചെയ്യപ്പെട്ടതാവുക? ഇദാലം യസ്ബിഖുഹു നാസിബുൻ വലാ ജാസിമുൻ മുദാരിയായ ഫിഅലിൻ്റെ മുമ്പ് നസ്ബ് ചെയ്യുന്ന ആമിലും ജസ്മ് ചെയ്യുന്ന ആമിലും ഇല്ലാത്ത സമയത്ത്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അർ റുബായുൽ മുജറദു മാഹുവ റുബായി മുജറദ് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ അൽ ഫിഅലുല്ലദി ഫീഹി അർബഅത്തു അഹ്റുഫിൻ അസ്ലിയത്തിൻ ഫഖത്ത് അസ്ലിയായ 4 ഹർഫുകൾ ഉള്ള ഫിഅലിനാണ് ഫിഅൽ മുദാരി എന്ന് പറയുക. അസ്ലിയായ 4 ഹർഫ് മാത്രം ഉള്ള ഫിഅലിനാണ് മുദാരിയായ ഫിഅൽ എന്ന് പറയുക. അടുത്തത് സ്വഹിഹിൽ ഖതുഅ തെറ്റ് നമുക്ക് ശരിയാക്കാം. തെറ്റ് ശരിയാക്കാനുള്ളതാണ്. അതിലൊന്ന് വയജിബു അലൈന അൻ നജ്തനിബുഹ വയജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാകും അൻ നജ്തനിബുഹ ബൂന എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അൻ നജ്തനിബഹ എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ നാസിബിൻ്റെ ഹർഫാണല്ലോ അന്ന്. അപ്പോൾ അൻ എന്നാൽ നസ്ബ് ചെയ്യണം. അൻ നജ്തനിബഹ എന്നാണ്. അതായത് വജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് അൻ നജ്തനിബഹ അതിനെ ഒഴിവാക്കൽ, അതായത് കള്ളിനെ ഒഴിവാക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ ബൂ എന്നുള്ളത് ബ എന്നാക്കുക. അത്ര തെറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നക്തുബുൽ ജംഅ ബഹുവചനം എഴുതാം. 1. നസ്ബുൻ നസ്ബിൻ്റെ ബഹുവചനമാണ് അൻസ്വാബുൻ. 2. ഖൈമത്തുൻ അതിൻ്റെ ബഹുവചനമാണ് ഖിയാമുൻ. അടുത്ത ക്വസ്റ്റ്യൻ നുക്കമ്മിലുൽ ജദ്വല കള്ളികൾ നമുക്ക് പൂർത്തിയാക്കാം. അതിൽ ഒന്ന് ഫിഅലിൻ്റെ ഉണ്ട് വസ്നിൻ്റെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഫിഅലുൽ മാദിയായ ഫീൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുദാരിയായ ഫീലിൽ 1 കൊടുത്തിട്ടുണ്ട്. വസ്നിൽ ലാസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കള്ളികളും പൂർത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ അക്ബലിൻ്റെ മുദാരി എന്താണ്? യുഖ്ബിലു. അതിൻ്റെ വസ്ന് അക്ബല പോലെ തന്നെ ഒക്കെ വസ്ന് എന്ന് പറയുമ്പോൾ അത് ഫഅല വസ്നക്ക് ആക്കി കൊടുക്കുക. അക്ബല യുഖ്ബിലു. അപ്പോൾ അഫ്അല യുഫ്ഇലു വസ്ന്. അടുത്തത് യുക്കല്ലിമു ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മാദി എഴുതണം. അപ്പോൾ കല്ലമ യുക്കല്ലിമു അത് വസ്ന് ഫഅല യുഫഇലു.
അടുത്തത് വാഫഖ യുവാഫിഖു, അപ്പോൾ അതിൻ്റെ വസന് ഫഅല യുഫായിലു. അടുത്തത് ഇജ്തമഅ യജ്തമിഉ, അപ്പോൾ ഇഫ്തഅല യഫ്തഇലു. നെക്സ്റ്റ് ഇഖ്ളറ യഖ്ളറു, അപ്പോൾ ഇഫ്അല്ല യഫ്അല്ലു അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നക്തുബുൽ മുഫ്രദ, നമുക്ക് മുഫ്രദ് എഴുതാം. നേരത്തെ പറഞ്ഞത് ജംഅ എഴുതാനുള്ളതായിരുന്നു, ഇപ്പോൾ ജംഅ കൊടുത്തിട്ട് മുഫ്രദ് എഴുതാനുള്ളതാണ്. അഹ്സാബുൻ, അതിൻ്റെ മുഫ്രദാണ് ഹിസ്ബുൻ. രണ്ടാമത്തത് സുഗൂറുൻ, അതിൻ്റെ മുഫ്രദാണ് സഗ്റുൻ. അടുത്ത ക്വസ്റ്റ്യന് നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ദഹ്റജ ജാഹദ സഹ്സഹ നസറ ഇഖ്ശാറ ഇൻസറഫ ഇഖ്അൻസസ ഖറുബ, ഇതിൽ വേർതിരിക്കാനുള്ളതാണ്. ഒന്ന് റുബായിൽ മുജറദ്, റുബായി മുജറദ്. അതിലിത് ദഹ്റജ റുബായി മുജറദാണ്, സഹ്സഹിം റുബായി മുജറദാണ്. അടുത്തത് റുബായിൽ മസീദ് ഫീഹി, റുബായി മസീദ് ഫീഹി, റുബായി മസീദ് ഫീഹി. അതിൽ ഇഖ്ശാറ പിന്നെ ഇഖ്അൻസസ, ഇത് രണ്ടുമാണ്. സുലാസി മുജറദ് നസറ ഖറുബ, സുലാസി മസീദ് ഫീഹി ജാഹദ ഇൻസറഫ, അതാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിലത് ദഹ്റജ റുബായി മുജറദ്, ജാഹദ സുലാസി മസീദ് ഫീഹി, സഹ്സഹ റുബായി മുജറദ്, നസറ സുലാസി മുജറദ്, ഇഖ്ശാറ റുബായി മസീദ് ഫീഹി, ഇൻസറഫ സുലാസി മസീദ് ഫീഹി, ഇഖ്അൻസസ റുബായി മസീദ് ഫീഹി, ഖറുബ സുലാസി മുജറദ്. അടുത്ത ക്വസ്റ്റ്യൻ നൽബിത്തു ബിൽ അഷ്കാലി, നമുക്ക് ഹർക്കത്ത് രേഖപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഹർക്കത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ഇഷ്തറൈത്തു, ഞാൻ വാങ്ങി, കലമൻ പേനയെ, അപ്പോൾ പേന ഞാൻ വാങ്ങി. കൈ അക്തുബ ബിഹി, കൈ എന്ന് വന്നത് കൊണ്ട് മൻസൂബിൻ്റെ ആമിലാണല്ലോ, മൻസൂബാണുള്ളത് കൈ എന്നുള്ളത്. അല്ലൻ കൈ ഇതൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അക്തുബ എന്നാണ് എഴുതേണ്ടത്. കൈ അക്തുബ ബിഹി, അതുകൊണ്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ പേന കൊണ്ട് എഴുതാൻ വേണ്ടി ഞാൻ പേനയെ വാങ്ങി. അപ്പോൾ ഹർക്കത്തിട്ട് കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കം വസ്നൻ, എത്ര വസ്നാണുള്ളത്? ആ റുബായിൽ മുജറദ്, റുബായി മുജറദ് എത്ര വസ്നാണുള്ളത്? ആകെ ഒരു വസ്നേ ഉള്ളൂ. രണ്ടാമത്തെ ആ റുബായിൽ മസീദ് ഫീഹി, റുബായി മസീദ് ഫീഹി എത്ര വസ്നാണുള്ളത്? 3 വസ്നാണുള്ളത്. ആ സുലാസിയിൽ മുജറദ്, സുലാസി മുജറദ് 5 വസ്നാണുള്ളത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.